എന്താ വക്കീലേ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റതാ, പിന്നെ അതിൽ അപ്പീലില്ല. എന്താ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യായനി കുഞ്ഞമ്മയുടെയും ദേവിക കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോലെ കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തെന്നെങ്ങാനും പൊട്ടി വീണതാണോ എന്നൊരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. എന്തൊരു ചിരി! അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോളില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ഈശ്വര, അതങ്ങ് മറന്നു. അവിടെ തന്നെ നിൽക്കേ. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ എന്തോ. അമ്മൂട്ടി ആഹാ, ഒഴിഞ്ഞു. എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്തിയാനി അമ്മയുടെ ഡോട്ടർ അമ്മക്കുട്ടി ചേച്ചി. എന്ന് മനസ്സിലായോ? ഞാൻ വിചാരിച്ചേ കാനഡയും തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്. എനിക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖരമ്മാമ, കാർത്തിയാനി അമ്മായി, ശങ്കരമ്മാമ, അമ്മ ചേച്ചി. പറഞ്ഞ പോലെ രാജേന്ദ്രൻ എവിടെ? അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട. നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെച്ചാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം. ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കെ.